Why in these generations often unhappy? Because of high expectation and comparing themselves to others on social media. 2020 വന്നതിന് ശേഷം സോഷ്യൽ മീഡിയ അഡിക്ഷൻസ് സോഷ്യൽ ആൻസൈറ്റി വളരെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. സംഭവം നമ്മളൊരു ലാക്ക് ഓഫ് ഹാബിറ്റ് വന്നു, ലാക്ക് ഓഫ് സ്ലീപ്പ് വന്നു, പല ഡിസോർഡേഴ്സും നമ്മളെ സംബന്ധിച്ചിട്ടുണ്ട്. നമ്മൾ അൺഹാപ്പി ആയിട്ടിരിക്കുന്നു, നമുക്കൊന്നും ചെയ്യാൻ തോന്നുന്നില്ല, നമുക്ക് എന്താ ചെയ്യണമെന്നില്ല, അതിനുള്ള ഒരു താല്പര്യമില്ല. പക്ഷേ ഇതൊക്കെ ഒരു ഡിപ്രഷന് കാരണമായേക്കാം. ഡിപ്രഷൻ നിങ്ങളിപ്പോൾ മൂഡ് ഓഫ് അല്ലെങ്കിൽ സന്തോഷമില്ലാതൊക്കെ അതൊക്കെ സ്റ്റേറ്റ് ഓഫ് മൈൻഡാണ്. എല്ലാ മനുഷ്യർക്കും സന്തോഷമില്ല, സൈഡ് ബാഡ് ഫീലിങ്സും ഇമോഷൻസും ഫീലിങ്സ് ഒക്കെ എല്ലാവർക്കും ഉണ്ട്. ഇത് പല രീതിയിൽ പല ഡിപ്രഷൻ എന്ന് പറയുന്നത് സന്തോഷമില്ല എന്ന് ഉദ്ദേശിച്ചുകൊണ്ട് ഡിപ്രഷനെ കണ്ടുപിടിച്ചാൽ ആവശ്യമില്ല. സോ ഡിപ്രഷൻ എന്ന് പറയുന്നത് of disorders your mental and physical. For example, ഒന്നിനൊരു ഇൻട്രസ്റ്റ് ചെയ്യാൻ ആഗ്രഹമുണ്ട്, പക്ഷേ ഓഫീസാണ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ തോന്നി സോഷ്യൽ വിത്രോവൽ, സോഷ്യൽ തോട്ട്സ്, പല കാര്യങ്ങളും അതെന്ത് ചെയ്യണം, അതെങ്ങനെ ചെയ്യണം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിനോട് ഇഷ്ടത്തോടെ ചെയ്യാറുള്ളൂ. ഇതൊക്കെ ഒരു ഡിപ്രഷന് കാരണമായേക്കാം. ഡിപ്രഷനെ പല ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, മെഡിക്കൽ, ഫിസിക്കൽ, മെന്റലി, പല ഡിസോർഡേഴ്സ് ഉണ്ട്. അതിൽ കൺവേർട്ട് ചെയ്ത് പല കാര്യങ്ങളുണ്ട്. അപ്പം ഇതൊക്കെ നമുക്കൊരു സൈക്കാട്രിസ്റ്റിന് അല്ലെങ്കിൽ ഒരു മെഡിറ്റേഷൻസ് ഡോക്ടറെ കാണാൻ തിരിച്ചുള്ളതായിരിക്കും. സോ ഡിപ്രഷൻ സന്തോഷം ഹാപ്പി ഹാപ്പിയില്ലാത്ത സമയത്ത് അതിനെ കൺവേർട്ട് ഡിപ്രഷൻ ആവശ്യമില്ല. സോ ഇഷ്ടത്തോടെ ചെയ്യുന്നതാണ് കോൺഷ്യസ് വർക്ക് ചെയ്യുന്നത്. സബ് കോൺഷ്യസ് വർക്കിട്ടോളം റിലീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഫോൺ ഉപയോഗിക്കണം, കാരണം നിങ്ങൾ കംപ്ലീറ്റ് എനർജി പോയിക്കൊണ്ടിരിക്കുകയാണ് ഫോണായിരിക്കും. സോ അത് വല്ലാതെ നിങ്ങൾ പല കാര്യങ്ങളും അതുകൊണ്ടാണ് ഫോൺ ഉപയോഗം പറഞ്ഞ് ഇഷ്ടത്തോടെ വർക്ക് ചെയ്യുന്നത്. പലതും ചെയ്യണം നിങ്ങൾ ആഗ്രഹിക്കും, നിങ്ങൾ ഇഷ്ടത്തോടെ ചെയ്യാൻ ശ്രമിക്കും. ഇതൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് പല അഡിക്ഷൻസും പലരും നിങ്ങൾക്ക് കമ്പയർ ചെയ്യേണ്ട ഒരു ആവശ്യകത നമ്മൾ പല സന്ദർഭങ്ങളും പലതും നമുക്ക് നമ്മുടെ നേരിട്ട് ആക്ഷൻസ് കൂടുതലും ചെയ്യാൻ ശ്രമിക്കുക, കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക, അതിനോട് ഇൻഡൾജ് ചെയ്തുകൊണ്ടിരിക്കുക, അതിനോട് പേടിച്ച് അല്ലെങ്കിൽ അതിനായിട്ടൊരു സമയം കണ്ടെത്തുക, അതിനോട് മാത്രം ഫോക്കസ് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾക്കൊരു ആത്മവിശ്വാസവും ആത്മധൈര്യവും ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ചെയ്യുക തന്നെ ചെയ്യണം. ഒരാളും വന്നിട്ട് നിങ്ങളെ സേവ് ചെയ്യോ അല്ലെങ്കിൽ മറ്റുള്ളവർ നിങ്ങളെ ഓർത്തൊന്നും ചിന്തിക്കുന്നില്ല. പക്ഷെ നിങ്ങളാണ് മറ്റുള്ളവരുടെ ലൈഫ് കമ്പയർ ചെയ്തുകൊണ്ട് ഉണ്ടാക്കുന്നത്. അത് ചെയ്യണം, ഇത് ചെയ്യുന്നത് ചിന്താതികൊണ്ടിരിക്കുന്നത്. സോ കമ്പയർ ചെയ്യാതിരിക്കുക. സോഷ്യൽ മീഡിയ അഡിക്ഷൻസ് ഈസ് ടോപ്പ് ഓഫ് റിലീസ് സംതിങ് കെമിക്കൽ നിങ്ങൾ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം മെയിനായിട്ട് ഇൻഫോർമേഷൻ ഓവർലോഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് സബ് കോൺഷ്യസ് മൈൻഡ് എപ്പോഴും പല കാര്യങ്ങളും നിങ്ങളിലൂടെ ഫീലിങ്ങോട് ചെയ്തുകൊണ്ടിരിക്കുന്നത്, പല കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത്, പല കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ഇൻഫോർമേഷൻ ഓവർലോഡാണ് സബ് കോൺഷ്യസ് മൈൻഡ് തോമസ് ഇൻഫോർമേഷൻസ് സോഷ്യൽസ് തികച്ചും കറക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. And it shows in the numbers again. I have figures from 2022. Book sales, global book sales, were down by more than 10% compared to 2021. Global revenue was the lowest in 5 years. It was around $76 billion. Publishing houses are shutting down like Amazon's Westland. For those that are not shutting shop, there's more trouble, like layoffs at the Penguin Random House. It's the biggest book publisher in the United States.
So teens are not interested, publishers are in trouble, and bookstores are now ghost towns. In some countries, they're closing at an alarming rate, like Japan. There are currently close to 12,000 stores operating in Japan. That's a 30% drop since 2012. Basically, people are not reading books. And those who do are buying online or reading e-books or listening to audiobooks. Although technically, people are not necessarily reading less. We read all the time, news alerts, articles, emails, tweets, messages, ads. But to read a book, you must delve into it. To enter the story, you have to unplug. And that's what people are increasingly failing to do, which is a shame, to be honest. There is no other experience like reading a book. The pleasure of untangling intricate plots, of deciphering hidden metaphors, understanding history and concepts, and exploring the depths of human emotion. So that's not wrong. ബുക്ക് വായിക്കുന്ന പ്രശ്നമില്ല, പക്ഷേ ഇപ്പോൾ ഈ ബുക്സിലാണ് കാരണം ഫോണിൽ വരുന്ന കാര്യങ്ങൾ മാത്രമാണ് കൂടുതൽ ആളുകൾ വായിച്ചുകൊണ്ടിരിക്കുന്നത്. വായന എന്ന ശീലം പോലും വളരെ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ നമുക്ക് വേണ്ട കാര്യങ്ങൾ നമ്മൾ എനർജി എക്സ്പീരിയൻസ്. സോ ഇതിനൊക്കെ ഓവർകം ചെയ്യണമെങ്കിൽ നിങ്ങൾ തന്നെ വിചാരിക്കണം, നിങ്ങൾ തന്നെ നിങ്ങൾക്ക് വേണ്ടി കണ്ടെത്തുന്ന സമയം നിങ്ങൾ തന്നെ കണ്ടെത്തണം. മറ്റൊരാൾക്ക് വേണ്ടി ജീവിക്കാൻ ശ്രമിക്കുന്നവർ പലരുണ്ട്. പക്ഷെ നിങ്ങളുടെ ഒരു സമയം നിങ്ങൾ തന്നെ കണ്ടെത്തി നിങ്ങൾക്ക് എന്താണോ കണ്ടെത്തുന്നത് നിങ്ങൾ തന്നെ കണ്ടുപിടിക്കണം. സോ സീക്ക് യുവർ പർപ്പസ്. Everything is going to change every seconds, every day, every years. എല്ലാം പെട്ടെന്ന് തന്നെയാണ് ഈ വേൾഡ് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിനനുസരിച്ച് ആളുകൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. ആളുകൾ മാറുന്നതനുസരിച്ച് നിങ്ങളും മാറണം എന്നാണ്. പക്ഷെ മാറുമ്പോൾ എങ്ങനെ മാറണം, ഏതൊക്കെ ചിന്തകൾ എന്നൊക്കെ നിങ്ങളെ വ്യക്തിപരമായി നിങ്ങളെ തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. സോ മറ്റുള്ളവരെ പോലെ ആകാതെ നിങ്ങൾക്ക് വേണ്ടി നിങ്ങളായിക്കൊണ്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് ജീവിക്കാൻ പറ്റുന്നത്, നിങ്ങൾ സന്തോഷം നിങ്ങൾ തന്നെ കണ്ടെത്തേണ്ട ശ്രമം നിങ്ങൾ തന്നെയാണ്. പക്ഷെ നിങ്ങളിൽ തന്നെ ഉണ്ട് സന്തോഷം. പക്ഷെ നിങ്ങൾ വീണ്ടും കമ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വീണ്ടും ആർക്കോ അല്ലെങ്കിൽ ആരൊക്കെ എന്നെ ചിന്തിക്കുന്നു, അതുകൊണ്ട് അതുപോലെ ജീവിക്കാം എന്നുകൊണ്ട് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ don't compare yourself. You are the unique in the world. നിങ്ങൾ മാത്രമേ നിങ്ങൾ വ്യത്യസ്തമായി, അല്ലെങ്കിൽ നിങ്ങൾ മാത്രമാണ് ഈ ഒരു യൂണിവേഴ്സിൽ നിങ്ങൾ മാത്രമേ ഉള്ളൂ. നിങ്ങൾ എങ്ങനെ ജീവിക്കണം, എങ്ങനെ മനസ്സിലാക്കണം എന്നുള്ളത് നിങ്ങളെ വ്യക്തിപരവും നിങ്ങളെ ചിന്തിച്ച് നിങ്ങളെ മൈൻഡ് സെറ്റിനനുസരിച്ച് മാത്രമാണ്. സോ താങ്ക് യു ഫോർ യുവർ വാച്ചിങ്. ഇനിയും പല രീതിയിലുള്ള വീഡിയോസ് ചെയ്യും.